പ്രസാദേട്ടനെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചു. ഏട്ടൻ്റെ കൂടെ അല്ലാതെ ഈ ജന്മം എനിക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയില്ല എന്നുറപ്പായതുകൊണ്ടാണ് അച്ഛനെ അമ്മയെ എല്ലാവരെയും ഉപേക്ഷിച്ച് ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നത്. പക്ഷെ ഏട്ടൻ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. ഇങ്ങനെയൊരു പ്രസാദേട്ടനെ അല്ല ഞാൻ സ്നേഹിച്ചത്. എനിക്ക് ഈ ജീവിതം മടുത്തു. ഏട്ടൻ ഇന്നലെ പറഞ്ഞില്ലേ, ഏട്ടൻ ഇങ്ങനെ നശിച്ചു പോയത് ഞാൻ കാരണമാണെന്ന്. അത് മാത്രം മതി ഈ ലോകത്ത് നിന്ന് ഞാൻ ഇല്ലാതാകാൻ. ഇനി ഏട്ടൻ്റെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമാകില്ല. എത്ര ദുഃഖം സഹിക്കേണ്ടി വന്നാലും എൻ്റെ ജീവിതം പ്രസാദേട്ടൻ്റെ കൂടെ ആവണമെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. ഒന്ന് മാത്രം പറയാം, എനിക്കെപ്പോഴും പ്രസാദേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അല്ല ഇതെന്നടാ മുത്തപ്പൻ്റെ ഫോട്ടോ കണ്ടില്ലേ? ചേച്ചി മുത്തപ്പൻ്റെ മെയിൻ ആളാ. ആ ചേച്ചി കരയണ്ട, സ്നേഹം കൊണ്ടാ, കരണ്ട. എന്താ ഇപ്പൊ വന്നേ? ചത്തൊന്നറിയാനായിരിക്കും അല്ലേ? എന്താ അങ്ങനെ പറയുന്നത്? ഇതാരാ? ഫ്രണ്ടാ, JP. ചേച്ചി എവിടെയും പോവാൻ നിൽക്കായിരുന്നു. ആ ഇപ്പൊ പോയനെ നിങ്ങൾ വന്നില്ലെങ്കിൽ. എടാ നീ എത്ര നാളെ ഇങ്ങോട്ട് വന്നിട്ട്? തിന്ന ബാഗായിട്ട് ടൂറിന് പോവാ? ഏയ് കുറച്ച് ദിവസം ചേച്ചിയോടൊപ്പം നിൽക്കാന്ന് വിചാരിച്ചു. ചേച്ചിക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട. നീ എൻ്റെ കൂടെ നിൽക്കാൻ വന്നെന്ന് അച്ഛൻ അറിഞ്ഞാ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കൂലേ? അങ്ങനെയൊന്നും അറിയട്ടെ, പിന്നെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാലോ. ഓ ശരി, രണ്ടുപേരും മുകളിലത്തെ റൂം എടുത്തു, ഞാൻ കാപ്പി എടുക്കാം. ശരി, മര്യാദയ്ക്ക് 3:30 ഭക്ഷണം കിട്ടും. നിന്റെ അളിയൻ ഭാഗ്യവാനാ, നല്ല ചേച്ചി. നീ അളിയനെ പരിചയപ്പെട്ടില്ലല്ലോ. അളിയനെ പരിചയപ്പെട്ട പറയും ചേച്ചിയാണ് ഭാഗ്യവതി എന്ന്. പക്ക ഡീസൻ്റാ. നമ്മളോട് മുന്നേ വരണേനു. അളിയൻ എപ്പോൾ വരും? എപ്പോൾ വേണേലും വരാം. ഹോസ്റ്റലിലെ കൂറ വരുന്ന പറഞ്ഞപ്പോൾ എന്താ സുഖം. അളിയൻ വരുന്നുണ്ടാ? ഓക്കെ. തന്നില്ലെങ്കിൽ നീ എന്തിയോടാ? എടാ നീ പുളുത്തും. എടാ നീ എപ്പോ വന്നു? നീ പോന്നുള്ളൂ. നീ കൊണ്ടുവന്നാണ് ഈ വണ്ടി? അതെ അതെ, നമ്മളൊന്നാ. ആ ഇത് ഇതാരാ? ഇത് എൻ്റെ ഫ്രണ്ടാ ജിത്തു, JP എന്ന് വിളിക്കും. ആര് വിളിക്കും? ഞാനെന്തായാലും വിളിക്കാൻ പോകുന്നില്ല. ആരും വിളിക്കാൻ പോകുന്നില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പോ എന്തിനാ വന്നേ? ഞാൻ ചത്തോന്ന് അറിയേണ്ടി വന്നാ അതോ ഓള് ചത്തോന്ന് അറിയണല്ല? കോളേജ് കഴിയുന്ന 4 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അളിയൻ്റെ ചേച്ചിൻ്റെ ഒപ്പം നിൽക്കാന്ന് വിചാരിച്ചു.
ആ ഓക്കെ ഓക്കെ ശരി. അപ്പോൾ അളിയനെ ചേച്ചിയോടൊപ്പം നിൽക്ക് കേട്ടാ. എടിയാ ചൂടോളം ഇങ്ങടുത്തേ. നോക്ക്. എടാ ഇതാ നീ പറഞ്ഞ നിന്റെ ഡീസന്റ് അളിയൻ. എടാ പുള്ളി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്തോ പറ്റിയിട്ടുണ്ട്. ചേച്ചിക്ക് എന്തോ കുഴപ്പമുണ്ട്. കുറച്ച് ചൂടോളം തരുമോ? ആഴ്ച മരിക്കുമ്പോഴാണ് തരുന്ന. ഓ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടേക്കാണോ തമ്പ്രാട്ടി? വെറുതെ അല്ല ലേറ്റ് ആയത്. ചൂടുവെള്ളം ഇല്ലായിരുന്നു, വെള്ളം ചൂടാക്കാൻ സമയം വേണ്ടേ? നിനക്ക് ഇവിടെ എന്തായിരുന്നു പണി? കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചാൽ എന്താ നിനക്ക്? വേണമെങ്കിൽ കുടിച്ചാൽ മതി. അതെ, നിന്റെ അളിയൻ എക്സ്ട്രാ ഡീസന്റാ. അയ്യോ ചേട്ടാ, നിങ്ങളെന്താ ഇങ്ങോട്ട്? ഞാൻ അങ്ങോട്ട് വരുമല്ലോ. നിർത്താതിന്റെ അഭിനയം. കാശ് വാങ്ങി മുങ്ങി നടന്ന നമ്മളെ കിട്ടില്ലെന്ന് കരുതിയാ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ചെയ്യൂ. ഇന്നലെ വിളിച്ചപ്പോ നീ എന്താടാ പറഞ്ഞ? പുളുത്തു വന്നാ? പുളുത്താടാ, പുളുത്തി കാണിച്ചു തരാടാ. ചേട്ടാ ഇത് ഇന്നലെ ഞാൻ കുടിച്ചിട്ട് അങ്ങനെ പറ്റിപ്പോയി, അറിയാണ്ട് പറ്റിപ്പോയതാ, ക്ഷമിക്കണം. അയ്യോ നായന്റെ മോനെ, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ എന്നെ ഈ വഴിക്ക് വരുത്തരുതെന്ന്, അല്ലേടാ? ചേട്ടാ എനിക്ക് ഒരാഴ്ചത്തെ സമയം കൊടുത്താ, ഒരാഴ്ച പ്ലീസ്. ഇനി നീ കാശ് തരണ്ടടാ. ഞാൻ പറയണേക്ക്, ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? നിന്റെ ഭർത്താവേ, ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? ഈ പൊന്നു മോൻ എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ച് തിരിച്ചടക്കാൻ ഞാൻ കുറെ അവധി കൊടുത്തതാ. 5 പൈസ പോലും തിരിച്ചു തന്നിട്ട് പിടക്കലടി. കൈയെടുക്കടാ. കയ്യിരിക്കണ ചെറ്റ്. എന്താ പ്രശ്നം? കാശ് കൊടുക്കണ്ടവർക്ക് ലീഡുകാരാ, റൊട്ടേഷനാ. അപ്പോ അവരെന്നും വരില്ലേ? വരും, പൂർവാധികം ശക്തിയോടെ വരും. എന്താ പറ്റി എൻ്റെ അളിയന്? അളിയൻ മൊത്തം കടത്തിലാണെന്ന് തോന്നൂടാ. എൻ്റെ അളിയൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആശ്വാസം, ആ മനുവിൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. ഓൻ്റെ കാര്യത്തിൽ ഇത്രയും പെട്ടെന്നൊരു തീരുമാനമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ലേലും മനു എനിക്കൊരു ശല്യമൊന്നും ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഓൻ എനിക്കൊരു തമാശ മാത്രമായിരുന്നു. പിന്നെ ഗിരി സുജിത്തിലാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചതാ ഓൻ പേടുമെന്ന്. എന്നാലും ഓളെന്താണ് എന്നെ ഇഷ്ടപ്പെടാതെ? അതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. ചിലർക്ക് ഒരിക്കലും ഇഷ്ടാവില്ലല്ലേ? എന്നാലും നമ്മൾ ഷാജാൻ്റെ ഒരു വിവരമില്ലല്ലോ. ആരോട്? അളിയൻ പാവാടാ. എടീ, എനിക്ക് സൗകര്യമുള്ള പോലെ ജീവിക്കൂടി. നിനക്ക് ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി, ഇല്ലെങ്കിൽ ഇറക്കി പോടി. ഓ പിന്നെ 100 പവന്റെ പൊന്നല്ലേ നിന്റെ അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന് തന്ന്. എടി 3 പോലത്തെ മാലല്ലേ നീ കൊണ്ടുവന്ന്? ആ പൈസക്ക് എന്റെ ക്യാമറയുടെ ലെൻസ് പോലും മേടിക്കാൻ പറ്റൂല. അത് ഞാനങ്ങ് വിറ്റു കേട്ടാ. നിന്റെ ചൊറിഞ്ഞ വർത്താനം കാരണം എന്റെ ക്യാമറ പോലും ഞാൻ തല്ലിപ്പൊട്ടിച്ച്. തോട്ടങ്ങി മോങ്ങാൻ. എടി നിന്റെ അടുത്ത് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞില്ലടി കാത്തിരിക്കാൻ. എന്റെ ജീവിതം നശിപ്പിച്ച് കിടന്ന് മോങ്ങുന്നോടി. അച്ഛനും അമ്മനെ വേറൊരാൾക്ക് കെട്ടിച്ചെടുക്കുന്നു പറഞ്ഞിട്ടല്ലേ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ. ഓ ഇഷ്ടത്ര. നീ ഒരു ദിവസമെങ്കിലും എനിക്ക് മനസ്സമാൻ തന്നിട്ടുള്ളൂ. ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നു.
കൊല്ല്, കൊല്ല്. ഇതൊന്നും കണ്ട് എനിക്ക് ജീവിക്കണ്ടേ, കൊല്ല്. പ്രസാദ, കരയല്ലേ പ്രസാദ. പ്രസാദം കരഞ്ഞാൽ എനിക്ക് സഹിക്കൂല. പ്ലീസ്. എന്താട്ടാ പ്രശ്നം? ഞങ്ങളൊന്നും ഇങ്ങനെയാ, നല്ല പൊരിഞ്ഞടിയാ. അല്ല, നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലേ? അതൊക്കെ അതെ. അന്ന് മുതലാ ഞാൻ നശിച്ചു തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഒരേ ഒരു അബദ്ധം ഇവളായിട്ടുള്ള ഒളിച്ചോട്ടം. എനക്ക് കുറേ കടമുണ്ടോ. ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറേ കാശും കടം മേടിച്ച് വലിയ കടക്കാരനായി. അന്ന് മലബാർ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നത്. ആദ്യം ഞാൻ അവളുടെ പുറകെ നടക്കുമ്പോൾ എന്ത് ജാടയായിരുന്നു അറിയാമോ. ഞാൻ വിചാരിച്ച് ഈ ജന്മം അവളെന്നെ ഇഷ്ടപ്പെടില്ല എന്ന്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അങ്ങ് മാറി. ഓക്കെന്നോട് ഭയങ്കര പ്രേമം. ഇത് എൻ്റെ മാത്രം അനുഭവം ആയിരിക്കില്ല. മിക്കവാറും പ്രേമിച്ച് കല്യാണം കഴിച്ച എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഏത് വിഷയം ഇടുന്ന് ഇറങ്ങേണ്ടി വരുള്ളൂ. 5-8 മാസമായി വാട കൊടുത്തിട്ട്. ഇങ്ങനെ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇനി മുന്നോട്ട് പോകാൻ വയ്യടൂ. ചേട്ടാ, അങ്ങനെയും ചിന്തിക്കല്ലേ. അമ്മയ്ക്കാരും വേണ്ടി വരില്ല. എന്നെ ആരെങ്കിലും തല്ലി കൊല്ലും. കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ തീർത്തേക്കണം. പുറത്തേക്ക് കൊണ്ടുവരാൻ നിന്ന എൻ്റെ ജീവിതം പോലെ കട്ട പോകുകയാവും. മനസ്സിലായ? പ്രേമം മണ്ണാൻ കേട്ട. നീയല്ലേ പറഞ്ഞ നിന്റെ അളിയനും പെങ്ങളോട് അടിച്ചു പൊളിക്കാന്ന്? നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ഏതായാലും ഞാനിവിടെ വന്നത് നന്നായി.